to our plus one English class. Let's move on to the last unit. You can expect some general questions that may be related to the lessons. That is from last lesson. The first lesson in your last unit is the cyberspace. ഇതിലെ ലാസ്റ്റ് യൂണിറ്റിലെ ലെസൺസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ജനറലായിട്ട് ചോദിക്കാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. Hope all of you have watched the classes of Victor's class. That is the classes plus one English Victor's channel class 44 and 45 plus one Englishലെ വിക്ടേഴ്സ് ക്ലാസ്സിലെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അല്ലേ, കഴിഞ്ഞ വർഷത്തിന് മുന്നത്തെ വർഷം. അപ്പോൾ ആ വർഷത്തെ ക്ലാസ്സിലെ ക്ലാസ് 44 and 45 that is about the lesson cyberspace. Hope all of you have watched that videos that I have shared in your Telegram group. ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ രണ്ട് ക്ലാസ്സും, അതായത് ക്ലാസ് 44 and 45 ഓഫ് വിക്ടേഴ്സ് ക്ലാസ്, അതിൽ ഞാനെടുത്ത ആ രണ്ട് ക്ലാസ് നിങ്ങൾക്ക് വിക്ടേഴ്സ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിരിക്കും. കുറേ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിക്കാണും അല്ലേ. എങ്കിലും കുറച്ചും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ഈ ലെസൺ നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കാര്യങ്ങളാണ് ഈ ലെസൺ ബേസ് ചെയ്ത് ചോദിക്കാൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. സാധാരണ 8 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ദാറ്റ് മേ ബി എൻ എസ്സേ ഓർ ആൻ ആർട്ടിക്കിൾ that is related with cyberspace, the use and misuse of cyberspace, or the advantage and disadvantage of cyberspace. അപ്പോൾ ഒരു സൈബർ സ്പേസിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ സൈബർ സ്പേസ് എന്നുള്ള ആ ഒരു വേർഡ് മാറ്റി ടെക്നോളജി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അത് കണക്റ്റഡായി ചോദിക്കാവുന്ന ജനറൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദാറ്റ് മേ ബി എ സ്പീച്ച് അല്ലെ, നമ്മുടെ ഒരു ജനറേഷന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഡിയൻസിന് സൈബർ സ്പേസിൻ്റെ മിസ്യൂസ് കാരണം ഉണ്ടാകാവുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ അവയർനെസ് സ്പീച്ച് കൊടുക്കാൻ ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് അതിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അല്ല. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഒരു എസ്സേ അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാമെന്ന് കുറേ പഠിച്ചിട്ട് പോവുക. അപ്പോൾ അതിന് തന്നെ ഞാൻ ആ ഒരു വിക്ടേഴ്സ് ക്ലാസ്സിൽ ഒരു ആൻസർ തരുന്നുണ്ട്. ഒരു നല്ലൊരു ആൻസർ നമ്മുടെ സ്കൂളിലെ കുട്ടി എഴുതിയ ഒരു നല്ലൊരു ആൻസർ, അത് അൻ ആർട്ടിക്കിൾ ഓൺ ദ യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് സൈബർ സ്പേസ്. അപ്പോൾ അത് ഇച്ചിരി നല്ലൊരു ഒരു നല്ല ലാംഗ്വേജ് ഉള്ളൊരു ആൻസറാണ്. പിന്നെ ഇച്ചിരി പഠിക്കാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. സൈബർ സ്പേസ് സുനിതാസ് ഫേവറേറ്റ് വേർഡ് അല്ലെങ്കിൽ സൈബർ സ്പേസ് സുനിതാസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ആൻസർ കിട്ടും. അൻ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഡു യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അൻ ആർട്ടിക്കിൾ ആൻഡ് ആൻ എസ്സേ എന്ന് പറഞ്ഞിട്ട് ആ ആർട്ടിക്കിളും എസ്സേയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞതിന് ശേഷം ഞാനൊരു ആൻസർ തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു ആൻസറാണ്. യു ക്യാൻ ലേൺ ദാറ്റ് ആൻസർ. സോ യു ക്യാൻ എക്സ്പെക്റ്റ് an essay, article or a speech that may be related with the technology, cyberspace or internet. And another question you can expect from this lesson or from the last unit is for and against questions. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു 4 points അല്ലെങ്കിൽ 3 points എഴുതുക, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് ഇൻ ഫേവർ ഓഫ് അല്ലെങ്കിൽ ഫോർ അല്ലേ. അപ്പോൾ ആ പോയിന്റിനെ സപ്പോർട്ട് ചെയ്ത് എഴുതാനായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. ദെൻ ഡൂസ് ആൻഡ് ഡോൺട്സ് ദാറ്റ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ യൂസിങ് ദ സൈബർ സ്പേസ് ഓർ ഇൻ്റർനെറ്റ് അങ്ങനെ ചോദിക്കാം. ദെൻ some suggestions or advice that we can give to one of your friends അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ സൈബർ സ്പേസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സജഷൻ അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാം. ദെൻ an email you can expect from this lesson. So if a question related with the email is asked, then you have to follow
ദ ഫോമാറ്റ് ഓഫ് എൻ ഇമെയിൽ. ഇപ്പോൾ +2 വാല്യുവേഷൻ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു ആൻസർ കറക്റ്റ് ചെയ്യുമ്പോൾ ആൻസർ കാണുമ്പോൾ ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് എൻ ഇമെയിൽ അല്ലേ, ഇമെയിൽ എന്ന് കാണുന്നു, അപ്പോൾ തന്നെ നമുക്ക് മാർക്ക് ഇടാൻ പറ്റുന്നു. കാരണം ആ കുട്ടി ഇമെയിലിൻ്റെ ഫോമാറ്റ് കുറച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്. സോ യു ഷുഡ് ഫോളോ ദ ഫോമാറ്റ് ഓഫ് എൻ ഇമെയിൽ. ഇപ്പോൾ ഇമെയിൽ ചോദിക്കുമ്പോൾ CC അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് എല്ലാം കറക്റ്റായിട്ട് സെൻഡ് അതൊക്കെ ഒന്ന് വരച്ച് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉടൻ തന്നെ ഇമെയിലിൽ അങ്ങ് വീഴാൻ സാധ്യതയാണ് അല്ലേ. അപ്പോൾ ഇമെയിലിൻ്റെ ഫോമാറ്റ് ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കുക. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഇമെയിൽ റൈറ്റിംഗ് സുനിതാസ്. അപ്പോൾ കറക്റ്റായിട്ട് ഞാനൊരു മോഡൽ ആൻസർ എഴുതി തന്നെ നിങ്ങൾക്ക് തന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇമെയിൽ ദെൻ ഐ തിങ്ക് യു ക്യാൻ എക്സ്പെക്ട് a letter to the editor related with the lesson Cyberspace or the last unit അല്ലേ. ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിലേക്ക് ഈ സൈബർ സ്പേസിൻ്റെ എന്തെങ്കിലും ഒരു മിസ്യൂസിനെ കുറിച്ച് അല്ലെ ജനങ്ങൾക്കൊരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു കാര്യം ആ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലെറ്റർ ടു ദ എഡിറ്റർക്ക് ഒരു ലെറ്റർ എഴുതാൻ ചോദിക്കുക. അപ്പോൾ കോമൺ ആയിട്ട് ലെറ്റർ ടു ദ എഡിറ്റർ വന്നാൽ നമുക്ക് എഴുതാവുന്ന ആ ഒരു ഫോമാറ്റും കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ ഏത് ലെറ്റർ ടു ദ എഡിറ്റർ വന്നാലും എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ ഒരു വീഡിയോ തന്നിട്ടുള്ളത് അല്ല. അപ്പോൾ ഈ ലെസൺ ബേസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഈ ലെസൺ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നാളെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഓരോ ദിവസമായി പഠിക്കുക. ഇപ്പോൾ ടൈമുണ്ട്, എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും റിവിഷൻ ആയിരിക്കും അല്ലേ. കാരണം ഞാൻ എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലും ഞാൻ മാറി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെയുള്ള എല്ലാ ലെസൺസും ഓരോ ദിവസം ഓരോ ലെസണായി പഠിച്ചു. പിന്നെ ഞാൻ റിവിഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങളെല്ലാം ഓക്കെയാണ്, സെറ്റാണ്. ഇനി നമുക്ക് മോഡൽ എക്സാം പിന്നെ പബ്ലിക് എക്സാം അല്ലേ. അപ്പോൾ ഇനി ലാസ്റ്റ് യൂണിറ്റിലെ 3 ലെസൺസ് ഉണ്ട്, അത് ഞാൻ ഒരു 3 ദിവസമായിട്ട് എടുക്കും. ഓക്കെ, സോ യുവർ ലാസ്റ്റ് യൂണിറ്റ് ദാറ്റ് ഈസ് about or that emphasizes the role of science and technology in our modern world. Science and technology has brought about revolutionary changes in every walks of our life. അല്ലേ, ഈ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഭയങ്കര ട്രെമൻഡസ് ആയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അല്ലേ. In this lesson, it's an article, The Cyberspace is an article written by Esther Dyson. ഇതൊരു എസ്തർ ഡൈസൺ എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. Then what's the difference between an article and an essay? essay നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആണ് അല്ലേ. essay എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റിൽ കാണും, ആ കാര്യത്തെക്കുറിച്ച് പാരഗ്രാഫായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതിയതാണ് essay. Then what is an article? ഇറ്റ് ഈസ് സംവാട്ട് സിമിലർ, രണ്ടും സെയിം തന്നെയാണ്. പിന്നെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ലേഖനം, വളരെ ആധികാരികമായിട്ട് എഴുതുന്നതാണ്. അപ്പോൾ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ ആർട്ടിക്കിൾ വരുന്നത് അത് വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചെഴുതുന്നതാണ് ആർട്ടിക്കിൾ. പിന്നെ നമുക്ക് അതിൽ ആർട്ടിക്കിളിന് വേണമെങ്കിൽ സബ് ഹെഡിങ്സ് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ആർട്ടിക്കിൾ അല്ലെങ്കിൽ എസ്സേ എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട, എസ്സേ പോലെ എഴുതിയാലും ഓക്കെ, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊരു സൈബർ സ്പേസ്, ഇറ്റ്സ് ആൻ ആർട്ടിക്കിൾ. കണ്ടോ, എസ്സേ പോലെയാണ് പക്ഷേ എഴുതിയിട്ടുള്ളത്. ഇറ്റ്സ് ആൻ ആർട്ടിക്കിൾ റിട്ടൺ ബൈ എസ്തർ ഡൈസൺ. ഹു ഈസ് എസ്തർ ഡൈസൺ? പ്ലീസ് ടേൺ ഓവർ പേജ് നമ്പർ 167. പേജ് നമ്പർ 167. Who is Esther Dyson? Esther Dyson is an American technology analyst. കണ്ടോ, about the author ഉണ്ട്. Esther Dyson is an American technology analyst. അതിലെ ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, the cyberspace is a discussion on the possibilities and challenges involved in using cyberspace. So this lesson, that's a discussion on the possibilities and challenges involved in using cyberspace. Cyberspace. What is cyberspace? Cyberspace എന്ന് പറഞ്ഞാൽ cyber that is connected with internet. അല്ലേ, ഇൻ്റർനെറ്റിൻ്റെ ഒരു ലോകം, ആ ഒരു സ്പേസ്, ദാറ്റ് ഈസ് സൈബർ സ്പേസ്. അപ്പോൾ ഒരു ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു സൈബർ സ്പേസ്, ഇൻ്റർനെറ്റ് ദാറ്റ്സ് എൻ ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് അല്ലേ. കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ആ ഒരു ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്കാണ്. അപ്പോൾ അതിനകത്ത് ധാരാളം പോസിബിലിറ്റീസ് ഉണ്ട്.
I think now all of you have smartphones. നിങ്ങളുടെ കയ്യിലെല്ലാം സ്മാർട്ട് ഫോൺ ഉണ്ട്. എന്തൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളത് അല്ലേ? ഒരു ഫോൺ കിട്ടുമ്പോൾ നിങ്ങളെല്ലാം ഹാപ്പിയാണ്. ആ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ സാധ്യതകൾ, അനന്തമായ സാധ്യതകളാണ് അല്ലേ? Endless possibilities. So this lesson, this article discusses the possibilities of cyberspace. നമ്മുടെ ആ ഒരു സൈബർ വേൾഡിൻ്റെ പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. Now let's read. Now let's look at the read and reflect section. Okay, read and reflection. Read and reflect. Reflect means think. വായിച്ച് ചിന്തിക്കുക. The advent of the world World Wide Web brought about a revolutionary change in the dissemination of information. The advent means the coming of World Wide Web, that is www. നമ്മൾ ഗൂഗിൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സെർച്ച് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു വെബ്സൈറ്റിൽ www, that means World Wide Web. The advent of this brought about a revolutionary change in the dissemination of information. Dissemination means spreading of information. Information spread ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് ഈ ഒരു www, വേൾഡ് വൈഡ് വെബ്, ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു ചാൻസ് റെവല്യൂഷണറി ചേഞ്ച്, വിപ്ലവാത്മകമായ ഒരു ചേഞ്ച് തന്നെ വരുത്തിയിട്ടുണ്ട്. എ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ പ്രിൻറ്റഡ് സ്പേസ് ടു ദ സൈബർ സ്പേസ് ടു പ്ലേസ്. A change from printed space to cyber space. Printed, ആ ഒരു പ്രിൻറ്റഡ് ലോഗോ ഒക്കെ മാറി അല്ലേ? ഇപ്പം നമ്മളൊരു ATM അവിടെ പോയി ATMൽ പോയി കാശ് എടുക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് നമുക്ക് പ്രിൻറ്റഡ് വേണോ അല്ലേ, അതിൻ്റെ ഒരു ബാലൻസ് അറിയാൻ പ്രിൻറ്റ് വേണോ, നമ്മൾ നോ കൊടുക്കുന്നുണ്ട്, വേണ്ട. അപ്പോൾ ആ പ്രിൻ്റൊക്കെ അങ്ങ് മാറി, പല കാര്യങ്ങൾക്ക് ഇപ്പോൾ പ്രിൻറ്റ് വേണ്ട അല്ല. ദാറ്റ് ഈസ് ചേഞ്ച് ടു സൈബർ സ്പേസ്, സൈബർ വേൾഡിലേക്ക് മാറിയിരിക്കുകയാണ്. എവ്രിതിങ് ഈസ് ഓൺ അവർ ഫിംഗർ ടിപ്സ്. എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിൽ തന്നെയുണ്ട്. ഒരു സ്മാർട്ട് ഫോണും നമ്മുടെ ഫിംഗേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം അല്ലേ? എല്ലാം നമുക്ക് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാം. ഇറ്റ് റീഡിഫൈൻ ദ സ്പേഷ്യൽ dimensions of our universe. It redefined the spatial dimensions of our universe. നമ്മുടെ യൂണിവേഴ്സിൻ്റെ നമ്മുടെ ആ ഒരു ചിന്ത, അതെല്ലാം മാറിക്കഴിഞ്ഞു ബൈ ദ ആഡ്വെൻറ്റ് ഓഫ് വേൾഡ് വൈഡ് വെബ്, ദാറ്റ് ഈസ് ദ ആഡ്വെൻറ്റ് ഓഫ് ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു കമ്മിങ് അല്ലേ, അതിൻ്റെ ആ ഒരു വരവ് കാരണം ആകെ അങ്ങ് മാറി. ഓക്കെ, The Cyberspace, written by Esther Dyson. So this lesson, it's an article written by Esther Dyson. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഞാനൊരു പാരഗ്രാഫ് വായിക്കുന്നു, ജസ്റ്റ് സമ്മറി പറയുന്നു, പെട്ടെന്ന് നമ്മളങ്ങ് പഠിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ലൈൻ ബൈ ലൈനൊന്നും നമ്മൾ അങ്ങനെ ഭയങ്കര കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ആ സമ്മറി ഒന്ന് അറിഞ്ഞേക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അങ്ങനെ ആ ഒരു ജനറൽ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഞാൻ ആ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സൈബർ സ്പേസ് സുനിതാസ് എന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. ആൻസർ ഈസ് അവൈലബിൾ ദയർ കേട്ടോ. ഞാൻ പറഞ്ഞ ഈ ലെസണിൽ ഇമ്പോർട്ടൻ്റ് ആയ എവറിത്തിങ് ഈസ് അപ്ലോഡഡ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലെസൺ. Cyberspace, the cyberspace. Something in the modern psyche loves new frontiers. We hanker after wide open spaces. We like to explore. We like to make rules instead of following them. However, is there a place where you can go and be yourself without worrying about the neighbors? See, something in the modern psyche means mind, ലവ്സ് ന്യൂ ഫ്രോണ്ടിയേഴ്സ്. നമ്മുടെ മനസ്സൊക്കെ ആഗ്രഹിക്കുന്നത് പുതിയ പുതിയ അതിരുകൾക്കപ്പുറമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു മൊബൈലും തന്ന് നമ്മളങ്ങ് സ്വസ്ഥമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വി ആർ സേഫ്. യെസ്, ദർ ഈസ് സച്ച് എ പ്ലേസ്, സൈബർ സ്പേസ്. Formerly a playground for computer nerds and techies, Cyberspace now embraces every conceivable constituency, including school children. Yes, there is such a place. അല്ലേ, അങ്ങനെ നമുക്ക് വളരെ കൂളായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കാവുന്ന ഒരു പ്ലേസ് ഉണ്ട്. ദാറ്റ് പ്ലേസ് ഈസ് സൈബർ സ്പേസ്. Formerly that was limited
to the computer nerds and techies. Nerds means experts. മുൻകാലങ്ങളിൽ ഇങ്ങനെ ആ ഒരു മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ റെസ്ട്രിക്റ്റഡ്, ദാറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു സം പീപ്പിൾ. കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അത് യൂസ് ചെയ്തിരുന്നത്. ബട്ട് now it is affordable to everyone. എല്ലാവരുടെയും കയ്യിലുണ്ട്. Even the small children are using the phone, the smartphones, the cyberspace. They are using the internet. അല്ലേ, അവരെല്ലാം പല സ്ഥലങ്ങളിൽ പലതും ഉപയോഗിക്കുന്നുണ്ട്. പേജ് നമ്പർ 164, സെക്കൻഡ് പാരഗ്രാഫാണ് കേട്ടോ. Can they all get along amicably in the cyber world? Amicably means friendly. Or will our fear of kids misusing the cyberspace provoke a crackdown? അല്ലേ, are you using the cyberspace or are you misusing the cyberspace? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ ആർ യു യൂസിങ് ഓർ മിസ്യൂസിങ് നിങ്ങളുടെ ആ ഒരു സൈബർ സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർനെറ്റിനെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു പോസിബിലിറ്റീസിന് ആർ യു യൂസിങ് ഓർ മിസ്യൂസിങ്? നിങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ അതോ അത് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നതിന് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എൻഡ്ലെസ് പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഏത് ലെസൺ വേണമെങ്കിലും സെർച്ച് ചെയ്ത് പഠിക്കാം അല്ലേ. അങ്ങനെ ഒരു പോസിബിലിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. ആർ യു യൂസിങ് ഇറ്റ്? ഏത് കാര്യത്തെക്കുറിച്ച് വേണമെങ്കിലും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ആർ യു യൂസിങ് ദ പോസിബിലിറ്റീസ്? third paragraph. The first order of the business is to grasp what cyberspace is. It might help to leave behind metaphors of highways and frontiers and to think instead of real estate. Real estate, remember, is an intellectual, legal, artificial environment constructed on top of land. So in this paragraph, the writer Esther Dyson compares the cyberspace to real estate. അപ്പോൾ റിയൽ എസ്റ്റേറ്റിനോട് ഈ റൈറ്റർ സൈബർ സ്പേസിനെ കമ്പയർ ചെയ്യാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതൊരു ഒരു ഇമാജിനറി പോലുള്ളതാണ് അല്ലേ. ഇപ്പോൾ സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ഇൻറ്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്. അതൊരു ഇമാജിനറി ആയിട്ടല്ല, ആ ഒരു സ്പേസിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൽ ചില പ്ലേസ് എങ്ങനെയാണെന്ന് നോക്കിയേ. It recognizes the difference between parkland and shopping mall, between red light zone and school district, between church, stage and drug store. ഒരു റിയൽ എസ്റ്റേറ്റിൽ പല പല കാര്യങ്ങളുണ്ട് അല്ലേ, എല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് സൈബർ സ്പേസിലും ധാരാളം സ്പേസ് ഉണ്ട്, ധാരാളം പോസിബിലിറ്റീസ് ഉണ്ട്. അതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ ഇതിലുണ്ട്. നമുക്കതിനെ സെർച്ച് ചെയ്ത് അതിൻ്റെ പോസിബിലിറ്റീസ് എടുക്കാം. Next paragraph. In the same way, you could think of cyberspace as a giant and unbounded world of virtual real estate. Some property is privately owned and rented out. Other property is common land. Some places are suitable for children and others are best avoided by all but the oddest citizens. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ പറയുകയാണ്, അതിൽ ചില പ്രോപ്പർട്ടി പ്രൈവറ്റാണ്, ചിലത് പബ്ലിക്കാണ് അല്ല. ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ തന്നെ നോക്കിയാലും ചില പ്രോപ്പർട്ടി ഓരോരുത്തർക്കുള്ളതാണ്, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എന്നാൽ ചിലത് പബ്ലിക്കാണ്. ഇപ്പോൾ റോഡ് അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതൊക്കെ പബ്ലിക്കാണ്, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ആയിട്ടുള്ളതാണ്, പബ്ലിക്കായിട്ടുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ഇൻ്റർനെറ്റും അല്ലേ. ഇപ്പം നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചില സൈറ്റൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. പക്ഷേ ചില സൈറ്റുകളിലേക്ക് പോകുമ്പോൾ അത് റെസ്ട്രിക്റ്റഡ് ആണ്, അവിടെ നമുക്ക് ചിലപ്പോൾ കാശ് കൊടുക്കേണ്ടി വരും അല്ലേ, പേ ചെയ്യേണ്ടി വരും. അതുപോലെയാണ്. So here the writer Esther Dyson compares the cyberspace with real estate. അപ്പോൾ ഇതിൽ നമുക്ക് ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആൻസർ അത് തന്നിട്ടുണ്ട് അല്ലേ. ഈ സൈബർ സ്പേസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ടെക്നോളജിയുടെ യൂസസ് എന്തൊക്കെയാണ്, ധാരാളം യൂസസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഞാൻ അവിടെ പറയുന്നുണ്ട്. അതുപോലെ അത് നമ്മൾ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കുക. അതിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, നോക്കിക്കോളൂ. Unfortunately, it's those places that are now capturing the popular imagination. They make cyberspace
sound like a nasty place. Good citizens jump to a conclusion, better regulate it. കണ്ടോ? അപ്പോൾ ഈ സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ പല പല സൈറ്റുകളുണ്ട്. അപ്പോൾ എല്ലാവരെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിന് ഏറ്റവും നമുക്ക് ബെസ്റ്റായിട്ട് ചെയ്യാവുന്നത് ബെറ്റർ റെഗുലേറ്റ് ഇറ്റ്. വി ഷുഡ് റെഗുലേറ്റ് ദ സെർച്ചിങ്. ഇപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ ധാരാളം പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അൺവാണ്ടഡ് സൈറ്റിലേക്ക് എത്തിപ്പെടാതെ നമുക്ക് അതിനൊന്ന് റെഗുലേറ്റ് ചെയ്യാം. ബെറ്റർ റെഗുലേറ്റ് യുവർ സെൽഫ്. Page number 164, last paragraph. Using censorship to counter and silence cyberspace fundamentally misinterprets the nature of cyberspace. Cyberspace is not a frontier where wicked people can grab unsuspecting children, nor is it a giant television system that can beam offensive messages at unwilling viewers. In this kind of real estate, users have to choose where they visit, what they see, what they do. കണ്ടോ? അപ്പോൾ എല്ലാവരും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദ യൂസേഴ്സ് ക്യാൻ ലിമിറ്റ് യുവർ സെൽഫ്. അല്ലേ? ആ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സൈബർ സ്പേസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ലിമിറ്റ് ചെയ്യണം. യൂസേഴ്സ് ഹാവ് ടു ചൂസ് വെയർ ദേ വിസിറ്റ്, വാട്ട് ദേ സീ, വാട്ട് ദേ ഡു. കണ്ടോ? ഏത് നമ്മൾ വിസിറ്റ് ചെയ്യണം, അത് ആ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ചൂസ് ചെയ്യണം. ദ യൂസേഴ്സ് ഹാവ് ടു ചൂസ് വെയർ ദേ വിസിറ്റ്, വാട്ട് ദേ സീ, വാട്ട് ദേ ഡു. അതൊക്കെ അണ്ടർലൈൻ ചെയ്തേക്കെ. ഇറ്റ് ഈസ് ഓപ്ഷണൽ and it is much easier to bypass a place on the net than it is to avoid walking past an unsavory block of stores on the way to your home. Unsavory means undesired. നമ്മളിപ്പോൾ നടക്കുന്ന വഴിയിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മളിങ്ങനെ തട്ടിക്കളയാതെ, അല്ലേ? ഇറ്റ് ഈസ് ടു അവോയ്ഡ്. അതിനെ നമ്മൾ തട്ടിക്കളയുന്നതിന് വരെ നമുക്കതിനങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് അതിനെ തട്ടി വീഴാതെ ഒന്ന് അവോയ്ഡ് ചെയ്ത് മാറിപ്പോകാം. അതുപോലെ തന്നെയാണ് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സൈബർ സ്പേസ്. നമ്മൾ അതിൽ ചെന്ന് ഇടിച്ച് വീണ് നമ്മൾ അതിൻ്റെ ഫലങ്ങൾ അല്ലെ അതിൻ്റെ റിസൾട്ട് അനുഭവിക്കാതെ വി ക്യാൻ അവോയ്ഡ് ദാറ്റ് സൈറ്റ്സ്. ബട്ട് പ്ലെയിൻലി സൈബർ സ്പേസ് ഈസ് എ വോളണ്ടറി ഡെസ്റ്റിനേഷൻ. സൈബർ സ്പേസ് ഈസ് എ വോളണ്ടറി ഡെസ്റ്റിനേഷൻ. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? വോളണ്ടിയർ വർക്ക് എന്നൊക്കെ പറയില്ലേ, നമ്മൾ സ്വമേധയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ആരുടെയും കമ്പൽഷൻ വേണ്ട, നമ്മുടേതായ ആ ഒരു അല്ലേ വോളണ്ടറി ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യേണ്ട, നമ്മൾ പോകേണ്ട കാര്യങ്ങൾ പോവുക, നമ്മൾ കാണേണ്ടത് കാണുക, നോക്കേണ്ടത് നോക്കുക, സെർച്ച് ചെയ്യേണ്ടത് ചെയ്യുക, അതാണ് വോളണ്ടറി. സോ സൈബർ സ്പേസ് ഈസ് എ വോളണ്ടറി ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനം. ഇപ്പോൾ നമ്മളെല്ലാവരും ഈ സൈബർ സ്പേസിന് അഡിക്റ്റാണ്. ആം ഐ റൈറ്റ്? എല്ലാവരും സൈബർ സ്പേസിനൊരു അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസിന് നമ്മൾ അഡിക്റ്റാണ്. സൊസൈറ്റിയെക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയാസിനാണ്. ഏതൊക്കെയാണ്? വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതിലൊക്കെ പോസ്റ്റ് ചെയ്യുക, റീൽസ് ഇടുക. അപ്പോൾ നമ്മൾ അതിനൊക്കെ അഡിക്റ്റാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയാസിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ദാറ്റ് ഈസ് എ വോളണ്ടറി ഡെസ്റ്റിനേഷൻ. എല്ലാവരും അതുപോലെ ആകണമെന്നില്ല, ഓരോരുത്തരുടെ that depends on the person. That is voluntary destination. In reality, there may be many destinations. You don't just get onto the net. You have to go someplace in particular. We have to go some places in particular. നമുക്ക് ഏതൊക്കെയാണോ വിസിറ്റ് ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ പ്ലേസിലേക്ക് നമ്മൾ ചെല്ലണം. That means that people can choose where to go and what to see. The people must choose where to go and what to see. അപ്പോൾ സം ഡൂസ് ആൻഡ് ഡോൺട്സ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്കിത് എഴുതണം, അതല്ലേ? ദ യൂസേഴ്സ് ഹാവ് ടു ചൂസ് വാട്ട് ടു സീ, വെയർ ടു വിസിറ്റ്, വാട്ട് ദേ സീ. കണ്ടോ? ആ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് പറയാം. യെസ്, community standards should be enforced, but those standards should be set by cyberspace communities themselves. What we need is not control from outside over these electronic communities. We need self-rule. See, underline. നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, we should regulate it. അപ്പോൾ സൈബർ സ്പേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഹൗ ക്യാൻ വി യൂസ് ഇറ്റ്, നമുക്ക് എങ്ങനെ അത് യൂസ് ചെയ്യാം, അല്ലേ? വി ഷുഡ് റെഗുലേറ്റ് ഇറ്റ്, ബെറ്റർ റെഗുലേറ്റ് ഇറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് വി നീഡ്
സെൽഫ് റൂൾ. നമുക്ക് നമ്മുടേതായ കുറേ റൂൾസ് വേണം. എന്തൊക്കെ നമ്മൾ ചെയ്യണം, എപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യണം, അല്ലേ, എത്ര സമയം നമ്മൾ നെറ്റ് യൂസ് ചെയ്യാം, എത്ര സമയം നമുക്ക് സോഷ്യൽ മീഡിയാസിൽ എൻഗേജ്ഡ് ആയിരിക്കാം, എത്ര സമയം നമ്മൾ പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യണം, അല്ലേ. വി നീഡ് സെൽഫ് റൂൾ. പേജ് നമ്പർ 165, middle part. What makes cyberspace so alluring? Cyberspace is alluring. Alluring means attracting. Very interesting. അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര രസകരമാണ്. എത്ര സമയം വേണമെങ്കിലും നമ്മൾ ഈ ഒരു മൊബൈലിന് അഡിക്റ്റായിട്ടിരിക്കും. അത് യൂട്യൂബിലായാലും FBയിലായിരുന്നാലും ഇൻസ്റ്റാഗ്രാമായാലും. ഇറ്റ് ഈസ് സോ അലൂറിങ്, അല്ലേ, അട്രാക്റ്റിംഗ്. What makes cyberspace so alluring is precisely the way in which it is different from shopping malls, television, highways, and other terrestrial jurisdiction. But let's define the territory. And that is alluring, ഭയങ്കര അട്രാക്റ്റിംഗ് ആണ്. But we should define that territory. ഭയങ്കര അട്രാക്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഏതൊക്കെയാണ്? First, there are പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻസ്, അല്ലേ, അതിൻ്റെ പോസിബിലിറ്റീസ് പറയുകയാണ്. ദ യൂസസ് ഓഫ് സൈബർ സ്പേസ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, അല്ലെങ്കിൽ ടെക്നോളജി, അതിൻ്റെ യൂസാണ്. ഫസ്റ്റ്, ദർ ആർ പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻസ്. Akin to the conversation, akin means relative. Akin to the conversations you have over the telephone or voice mail. These are private and consensual and require no regulation at all. So one of the possibilities of cyberspace is it gives the possibility of private email conversations. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കോൺവെർസേഷൻ നടത്താനൊരു ചാൻസ് തരുന്നുണ്ട്, അല്ലേ. വാട്സപ്പിലൊക്കെ നമ്മൾ വോയിസ് മെസ്സേജ്, അല്ലെങ്കിൽ നമുക്ക് കോൾ ചെയ്യാം, വീഡിയോ കോൾ, അല്ലേ. നമുക്ക് വീഡിയോ കോൾ, നമ്മൾ എത്ര അകലെ ഇരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് അറ്റ് ദ സെയിം ടൈം വി ക്യാൻ സീ ആൻഡ് ചാറ്റ് വിത്ത് ദം. ദറ്റ് ഈസ് വൺ ഓഫ് ദ പ്രോമിനൻറ്റ് പോസിബിലിറ്റീസ്, അല്ലേ. അപ്പോൾ ദർ ഈസ് നോ റെഗുലേഷൻ അറ്റ് ഓൾ. അതിനൊരു റെഗുലേഷനും ഇല്ല. ദെൻ സെക്കൻഡ്, ദർ ആർ ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസസ്. സൈബർ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു പോസിബിലിറ്റിയാണ് ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസസ്. ഇൻഫർമേഷൻ, ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഏത് ഇൻഫർമേഷൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കിട്ടും, അല്ലേ. അതുപോലെ എൻ്റർടൈൻമെൻറ്റ് സർവീസസ്, ഗെയിം കളിക്കുന്നവർ എത്ര മണിക്കൂറാണ് ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തും ഓൺലൈൻ ഗെയിമൊക്കെ അതിൽ ഇൻവോൾവ് ആകുന്നത്. സോ ദ സെക്കൻഡ് പോസിബിലിറ്റി, ദർ ആർ ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസസ് where people can download anything from legal texts and lists of great new restaurants to game software or interesting presentations. These places are like bookstores, malls, and movie houses, places where you go to buy something. കണ്ടോ, അപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസിന് പറയുന്നത് അതൊക്കെ ഒരു ബുക്ക് സ്റ്റോൾ പോലെ അല്ലെങ്കിൽ മോൾ പോലെയാണ്. നമ്മളവിടെ ചെല്ലുന്നു, നമുക്ക് ആവശ്യമുള്ളത് വാങ്ങുന്നു, പോകുന്നു. അതുപോലെയാണ് നമ്മൾ സൈബർ സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നമ്മൾ പോകുന്നു, സെർച്ച് ചെയ്യുന്നു, വേണ്ട കാര്യങ്ങൾ എടുക്കുന്നു, ചിലപ്പോൾ നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നു, പേ ചെയ്യുന്നു, നമ്മൾ പോകുന്നു. ദ കസ്റ്റമർ നീഡ്സ് ടു റിക്വസ്റ്റ് an item or sign up for a subscription. Some of these services are free, others charge and may bill their customers directly. അല്ലേ, ഇപ്പോൾ മോളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളിൽ നമ്മൾ സാധനങ്ങൾ ബിൽ പേ ചെയ്ത് വാങ്ങുന്നത് പോലെ തന്നെയാണ്, സെയിം ആണ് സൈബർ സ്പേസ്. Third, there are real communities. So the first one, it provides private email conversations. Second one, there are information and entertainment services. Third one, there are റിയൽ കമ്മ്യൂണിറ്റീസ്. റിയൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുന്നത് പോലെയാണ്. ഗ്രൂപ്പ് ഉണ്ടല്ലേ, വാട്സപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്കിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, എല്ലാം അല്ലേ, ഗ്രൂപ്പ്സ് ഉണ്ട്. റിയൽ കമ്മ്യൂണിറ്റീസ്, ദറ്റ് ഈസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹു കമ്മ്യൂണിക്കേറ്റ് എമംഗ് ദംസെൽസ്, അല്ലേ. ഗ്രൂപ്പ്സ് ഓഫ് റിയൽ പീപ്പിൾ ഹു കമ്മ്യൂണിക്കേറ്റ് ദംസെൽസ്.
തമ്മിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സൊസൈറ്റിയിലെ ആൾക്കാരോട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനേക്കാളും ഇപ്പോൾ ധാരാളം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയാസിലാണ് അല്ലേ. എത്ര സമയമാണ് ആൾക്കാർ ചാറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. വീഡിയോ കോളായാലും അല്ല നോർമൽ കോളായാലും നമ്മൾ വി ആർ ചാറ്റിംഗ് വിത്ത്. So the cyberspace provides real communities, that is, groups of people who communicate among themselves. In real estate terms, they are like shops or restaurants or playgrounds. Each active participant contributes to a general conversation, generally through posted messages. കണ്ടോ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ മെസ്സേജ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നു, അടുത്തൊരാൾ അതിന് റിപ്ലൈ ഇടുന്നു, അങ്ങനെ അങ്ങനെ നമ്മുടെ അല്ലേ മെസ്സേജ് ചാറ്റിംഗ് നടക്കുന്നു. അതർ പാർട്ടിസിപ്പൻസ് മേ സിംപ്ലി ലിസൺ ഓർ വാച്ച്. അപ്പോൾ നമ്മളൊരു ക്ലാസ് ഗ്രൂപ്പിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആയിരുന്നാലും ചിലർ ആക്റ്റീവായിരിക്കും, ചിലർ പാസീവ് ലിസണേഴ്സ് ആയിരിക്കും അല്ലേ. മെസ്സേജൊക്കെ എല്ലാം വായിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരിക്കും. അതുതന്നെ. Okay, page number 166. Some are supervised by a moderator, others are more like bulletin boards. Anyone is free to post anything. Many of these services started out unmoderated but are now imposing rules to keep out unwanted advertising, extraneous discussions, or increasingly rude participants. Without a moderator, the decibel level often gets too high. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയിലും ഏതെങ്കിലും ഒരു മോഡറേറ്റർ കാണും അതൊന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലേ. അൺവാണ്ടഡ് എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റോ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അതൊന്ന് സോർട്ട് ചെയ്ത് വിടാറുണ്ട്. വാട്ട്സ് യുണീക്ക് അബൌട്ട് സൈബർ സ്പേസ് ഈസ് ദാറ്റ് ഇറ്റ് ലിബറേറ്റ്സ് us from the tyranny of power structures where everyone lives by the rule of the majority അല്ലേ. സൈബർ സ്പേസും ഒരു എന്താ, വാട്ട് ഈസ് യുണീക്ക് അബൌട്ട് സൈബർ സ്പേസ് ഈസ് ദാറ്റ് ഇറ്റ് ലിബറേറ്റ്സ് us from the tyranny of power structures. ഇപ്പോൾ നമ്മൾ ആരും നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ല, നമ്മൾ ഫ്രീ ആണ്. വി ആർ ഫ്രീ ടു ചൂസ് എനിത്തിങ്. In a democracy, minority groups and minority preferences tend to get squeezed out, whether they are minorities of race and culture or minorities of individual taste. Cyberspace allows communities of any size and kind to flourish. In cyberspace, communities are chosen by the users, not forced on them by accidents of geography. അല്ലേ, നമ്മൾ ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ ഓരോ സൈറ്റിലും ചിലപ്പോൾ പോവും, എന്നാലും ഓരോ സൈറ്റും നമ്മൾ ചൂസ് ചെയ്ത് പോവുകയാണ് അല്ലേ. എല്ലാ സൈറ്റും ദാറ്റ് ഈസ് ചോസൺ ബൈ ourselves. നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്ത് ഓരോരോ സൈറ്റിലേക്കും പോകുന്നത്. This freedom gives the rules in cyberspace a moral authority that rules in terrestrial environments don't have. Most people are stuck in the country of their birth, but if you don't like the rules of a cyberspace community, you can just sign off, love it or leave it. കണ്ടോ. ഇപ്പോൾ സൈബർ സ്പേസിൽ നമ്മളിങ്ങനെ ഓരോ സൈറ്റും നമ്മളിങ്ങനെ നോക്കി പോകുമ്പോൾ അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതർവൈസ് വി ക്യാൻ ലീവ് ഇറ്റ്, ലവ് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു പോസിബിലിറ്റീസൊക്കെ നമുക്ക് നോക്കാം. അതർവൈസ് വി ക്യാൻ ലീവ് ദ പ്ലേസ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിനെ ലെഫ്റ്റ് ആകാം. അത് നമ്മുടെ ചോയ്സ്. What's likely to happen in cyberspace is the formation of new communities. Another possibility, that is, we can form new communities. നമുക്ക് ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നമ്മൾ ലെഫ്റ്റായിട്ട് we can form new communities. Free of the constraints that cause conflict on earth. Constraints means limitations. Instead of a global village, we will have invented another world of self-contained communities that cater to their own members' inclinations without interacting with anyone else. We will be able to test and evolve rules governing what needs to be governed: intellectual property, content, and access control, rules about privacy and free speech. There are some rules in the internet, but we are free to choose anything. Last paragraph. In the end,
our society needs to grow up. Growing up means understanding that there are no perfect answers, no all purpose solutions. We haven't created a perfect society on earth and we won't have one in cyberspace either. നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി നമ്മുടെ ഈ എർത്തിലില്ല. അതുപോലെ തന്നെയാണ് സൈബർ സ്പേസിലും ഒരു പെർഫെക്റ്റ് സൈറ്റ് ഇല്ല. ബട്ട് അറ്റ് ലീസ്റ്റ് we can have individual choice and individual responsibility. But in cyberspace, we have the individual choice and individual responsibility. ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് വിസിറ്റ് ചെയ്യാം, ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ദറ്റ് ഈസ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതൊരു കുറേ സൈബർ സ്പേസിനെ കുറിച്ചൊരു ആർട്ടിക്കിളാണ്. നമുക്ക് യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് സൈബർ സ്പേസിനെ കുറിച്ച് മറ്റൊരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സൈബർ സ്പേസ്, വാട്ട് ആർ ദ യൂസസ് ഓഫ് സൈബർ സ്പേസ് ഓർ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ്, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളത് സെർച്ച് ചെയ്യുക, അതിൻ്റെ ആൻസർ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഞാൻ ആദ്യം പറഞ്ഞ സിമ്പിളായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സെർച്ച് ചെയ്യുക. സൈബർ സ്പേസ് സുനിതാസ്, അതിലെ തംബ്നെയിലിൽ തന്നെ ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിലെ ആക്ടിവിറ്റീസൊക്കെ ഞാൻ ഈ പറഞ്ഞ ഇമെയിലിൻ്റെ ഫോമാറ്റ് കറക്റ്റ് പേജ് നമ്പർ 168 കണ്ടോ. സെൻഡ്, അക്കൗണ്ട്, ടു, CC, BCC. what is CC? CC എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 അഡ്രസ്സ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമല്ലോ, അവിടെ ഒരു 2 അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് പേജ് നമ്പർ 168. അത് കഴിഞ്ഞിട്ട് CC, ദാറ്റ് മീൻസ് കാർബൺ കോപ്പി. അതേ സെയിം ലെറ്റർ നമ്മൾ മറ്റൊരാൾക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ വേറൊരാളുടെ ഇമെയിൽ അഡ്രസ്സ് അവിടെ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് CC. BCC മീൻസ് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഇതേ സെയിം ഇമെയിൽ നമുക്ക് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യാം, ബട്ട് ഇറ്റ് വിൽ ബി ബ്ലൈൻഡ് ടു അതേഴ്സ്. ഈ നമ്മൾ അയക്കുന്ന ആൾക്കാർക്കൊന്നും അറിയില്ല ഇതിൻ്റെ കോപ്പി നമ്മൾ അയാൾക്ക് അയച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഈ BCCയിൽ എഴുതിയേക്കുന്ന ആ അഡ്രസ്സിലേക്ക് ഈ ഇമെയിൽ പോകും. ഓക്കെ, പിന്നെ നമ്മളൊരു ലെറ്ററിൻ്റെ ഫോമാറ്റാണ് ഇമെയിൽ. നമ്മളൊരു ഫ്രണ്ട്ലി ലെറ്ററായോ ഒഫീഷ്യൽ ലെറ്ററായോ, കഴിഞ്ഞ വർഷം ഒരു ലെറ്റർ ടു ദ എഡിറ്റർ തന്നെ ഇമെയിലിൻ്റെ ഫോമാറ്റിൽ അല്ലെ ഇമെയിലായിട്ട് എഴുതാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇമെയിലിൻ്റെ ഫോമാറ്റും ഫോളോ ചെയ്യണം, ലെറ്റർ ടു ദ എഡിറ്റർ ദാറ്റ് ഈസ് ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോമാറ്റിലും കാര്യങ്ങൾ എഴുതുക. ഓക്കെ, വളരെ ഷോർട്ടായിരിക്കണം ലെറ്റർ ഏതായാലും. ഇറ്റ് മേ ബി ആൻ ഇമെയിൽ, ഫ്രണ്ട്ലി ലെറ്റർ, ഒഫീഷ്യൽ ലെറ്റർ ഓർ ലെറ്റർ ടു ദ എഡിറ്റർ. ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആയിരുന്നാലും വളരെ ഷോർട്ടായിരിക്കുക. ഒരു പേജിനകത്ത് ഫുൾ ഫോമാറ്റും ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ ലെറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ഐ ഹാവ് അപ്ലോഡഡ് എവറിത്തിങ്. നമ്മൾ കഴിഞ്ഞ വർഷവും അതിന് മുന്നിലത്തെ വർഷമായിട്ട് ഈ ലെസൺ ബേസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളതിനൊന്ന് സെർച്ച് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ സൈബർ സ്പേസിൻ്റെ ലെസൺ കഴിഞ്ഞു. നെക്സ്റ്റ് ഫ്രൈഡേ നമുക്ക് 9 PM അടുത്തൊരു ലെസൺ കാണാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.